ഇന്ന് ദേശീയ ഉപഭോക്തൃ ദിനം. ഉപഭോക്താവിനെ ചൂഷണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള ബോധവൽക്കരണമാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഉപഭോക്തൃ സംസ്ഥാനമായി അറിയപ്പെടുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉപഭോക്തൃ അവകാശങ്ങളെ പറ്റിയുള്ള ബോധവൽക്കരണം അനിവാര്യവുമാണ്. ന്യായമായ വിലയ്ക്ക് ഗുണമേന്മയുള്ള സേവനവും ഉത്പന്നങ്ങളും ലഭിക്കുക എന്നത് ഉപഭോക്താവിന്റെ അവകാശമാണ്. ഗുണമേന്മയില്ലാത്ത ഉത്പന്നങ്ങൾ വിൽക്കുന്നതും മായം ചേർക്കുന്നതും അളവ് തൂക്കങ്ങളിൽ കൃത്രിമം കാട്ടുന്നതുമെല്ലാം കടുത്ത വഞ്ചനയാണ്. ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെട്ടാൽ പരാതിപ്പെടാൻ അവസരമൊരുക്കുന്നതിനാണ് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. 1986 ഡിസംബർ 24 നിയമം നിലവിൽ വന്നത്. ഉപഭോക്താവിന് നീതി ലഭ്യമാക്കാൻ ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറങ്ങൾ നിലവിലുണ്ട്. പരസ്യം മൂലം കബളിപ്പിക്കപ്പെടുക, വാങ്ങുന്ന സാധനങ്ങൾക്ക് കേടുപാട്, തൃപ്തികരമല്ലാത്ത സേവനം, MRPയേക്കാൾ കൂടുതൽ വില ഈടാക്കുക എന്നീ കാരണങ്ങളാൽ ഉപഭോക്താവിന് തർക്ക പരിഹാര ഫോറങ്ങളിൽ പരാതിപ്പെടാം. ഓൺലൈൻ വ്യാപാര മേഖലയും ഇപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിലുണ്ട്. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.